ശ്രീ എം വിജിൻ. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സജീവ ഞാൻ നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും സഗൗരവവും പ്രതിജ്ഞ ചെയ്യുന്നു. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ ചുരുങ്ങിയ വാക്കുകളിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ അധിക്ഷേപിച്ച് അവഹേളിച്ച് പാർട്ടിയിൽ നിന്ന് ആട്ടിയിറക്കിയ ജി സുധാകരനെ പിണറായിയുടെ തലയ്ക്ക് മുകളിലൂടെ നിയമസഭയിലെത്തിച്ചു. കാലം അല്ല, UDF തന്നെ. സഭയിലെ മുതിർന്ന നേതാവായ ജി സുധാകരനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു UDF. പോരാതെ പ്രോട്ടേം സ്പീക്കറുമാക്കി സുധാകരന്റെ മുന്നിൽ പിണറായി വിജയനെ കൊണ്ട് സർ എന്ന് വിളിപ്പിക്കുന്ന അവസ്ഥ വരെ എത്തിച്ചു. ഇന്ന് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത് ആട്ടിയിറക്കി വിട്ട അതേ ജി സുധാകരന്റെ മുന്നിൽ കയ്യും നീട്ടി നിന്നുകൊണ്ടാണ്. ഇതാണ് കാലത്തിന്റെ കാവ്യനീതി. അപ്പോഴും സുധാകരൻ പറഞ്ഞ ഒരു വാക്യം കേൾക്കാതെ പോകരുത്. പിണറായിയും ഞങ്ങളെപ്പോലെ ഒരു MLA ആണ്, അല്ലാതെ എനിക്കാരോടും ശത്രുത ഒന്നും ഇല്ല എന്ന്. അതാണ് സുധാകരൻ എന്ന മനുഷ്യന്റെ മഹത്വം. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ജി സുധാകരനെ പ്രോട്ടേം സ്പീക്കറാക്കി നിയമിച്ചതു മുതൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് ഈ ഒരു ദൃശ്യത്തിനായിരുന്നു. പിണറായി വിജയൻ MLA ആയി ജി സുധാകരന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ അതോ പ്രതിജ്ഞ ചെയ്യാതെ മാറി നിൽക്കുമോ? ഒടുവിൽ പിണറായി വിജയൻ എത്തി. നിയമസഭാംഗമായി ജി സുധാകരന് മുന്നിൽ തന്നെ സത്യപ്രതിജ്ഞയും ചെയ്തു. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് കാലം നൽകിയ മറുപടിയാണ് ഇത്. സുധാകരനെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറ്റവും അധികം വിമർശിച്ച മുൻ മന്ത്രി സജി ചെറിയാനും സുധാകരനെ സാക്ഷിയാക്കി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു. ഞാൻ നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും സഗൗരവവും പ്രതിജ്ഞ ചെയ്യുന്നു. 6 പതിറ്റാണ്ട് കാലത്തോളം പാർട്ടിയെ സ്നേഹിച്ച് കൂടെ നടന്ന ഒരു മനുഷ്യനെ ഒരു സുപ്രഭാതത്തിൽ തള്ളിപ്പറഞ്ഞപ്പോൾ പാർട്ടിയെ സ്നേഹിക്കുന്ന ആ ഹൃദയം എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും. അത്രത്തോളം വേദനയൊന്നും ഒരിക്കലും പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. സഭയിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന മുതിർന്ന അംഗമെന്ന നിലയിലാണ് പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരനെ മന്ത്രിസഭാ യോഗം നിശ്ചയിച്ചത്. ഇന്ന് മുഴുവൻ പുതിയ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയുടെ പൂർണ്ണ ചുമതല ജി സുധാകരനായിരുന്നു. പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തവർക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉണ്ടാകില്ല എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പിണറായി വിജയനും സജി ചെറിയാനും സുധാകരന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. CPM പാർട്ടിയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ നേതാവാണ് ജി സുധാകരൻ. നിരന്തരം അവഹേളിച്ചും അധിക്ഷേപിച്ചും പതിറ്റാണ്ടുകളോളം പാർട്ടി നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച ഒരു മനുഷ്യനെ അപമാനിച്ച് പുറത്താക്കുക, അതാണ് അന്ന് അമ്പലപ്പുഴയിൽ കണ്ടത്. ഇന്ന് നിയമസഭയിലുള്ളവരിൽ ഏറ്റവും അധികം കാലം MLA ആയിരുന്ന മുതിർന്ന നേതാവാണ് ജി സുധാകരൻ. അധികാരത്തിലിരുന്ന കാലത്തൊന്നും അഴിമതിയുടെ കറ പുരളാത്ത വ്യക്തിനിഷ്ഠയുള്ള നേതാവ്. 6 പതിറ്റാണ്ട് കാലം CPMന്റെ പാർട്ടി അംഗമായിരുന്ന ആൾ.
എന്നിട്ടും ആ ഒരു പരിഗണന CPM എന്ന പാർട്ടി സുധാകരൻ എന്ന വ്യക്തിക്ക് നൽകിയില്ല. പാർട്ടിയിലെ പുത്തൻകൂറ്റ അഭിനവ സഖാക്കളിൽ നിന്ന് അവഹേളനം ഏറ്റുവാങ്ങുമ്പോഴും അയാൾ മിണ്ടാതിരുന്നു. പക്ഷേ ആ അവഗണന മുതിർന്ന നേതാക്കൾ കൂടി ആവർത്തിച്ചപ്പോൾ അയാൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അപ്പോഴും പാർട്ടിക്ക് കോട്ടം തട്ടരുത് എന്ന് ചിന്തിച്ചു ആ മനുഷ്യൻ. ഒടുക്കം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അമ്പലപ്പുഴ സീറ്റിൽ തനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് സുധാകരനെ CPM-ന് അനഭിമതനാക്കിയത്. മറ്റാർക്കുമില്ലാത്ത കുഴപ്പങ്ങൾ അപ്പോൾ പാർട്ടി സുധാകരനിൽ കണ്ടു. അയാൾ അധികാരമോഹിയായി, അധികാര കൊതിയനായി. ഇന്നുവരെ ഒന്നും പാർട്ടിയോട് ചോദിച്ചു വാങ്ങിയിട്ടില്ലാത്ത സുധാകരൻ അതോടെ വെറുക്കപ്പെട്ടവനായി. പിണറായി വിജയന്റെ നിഘണ്ടുവിലെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ നികൃഷ്ട ജീവിയായി. 6 പതിറ്റാണ്ട് കാലത്തോളം പാർട്ടിയെ ഇടനെഞ്ചിൽ കൊണ്ടു നടന്ന് സ്നേഹിച്ച ഒരാളോടെന്ന പോലെ ആയിരുന്നില്ല CPM പിന്നീട് സുധാകരനോട് പെരുമാറിയത്. സീറ്റ് തന്നില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞ സുധാകരനെ പാർട്ടി പുറത്താക്കി. അതോടെ സുധാകരൻ സ്വതന്ത്രനായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സുധാകരന്റെ മൂല്യവും കൂടെ കൂട്ടിയാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടവും തിരിച്ചറിഞ്ഞ VD സതീശൻ എന്ന ക്രാന്തദർശിയുടെ തീരുമാനമായിരുന്നു സുധാകരന് പിന്തുണ കൊടുക്കാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ പിണറായിക്കും CPM-നും ഒരു പണി കൊടുക്കുക എന്നതായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം. അത് ഫലം കണ്ടു. അമ്പലപ്പുഴ ആദ്യമായി CPM-ന് കൈവിട്ടു. അപ്പോഴാണ് എന്താണ് സുധാകരനും അമ്പലപ്പുഴയുമായുള്ള പൊക്കിൾ കൊടി ബന്ധമെന്ന് CPM പോലും മനസ്സിലാക്കിയത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കും മുൻപ് ഒരിക്കൽ പിണറായി വിജയൻ ആലപ്പുഴയിൽ വന്ന സമയം തന്നെ വന്ന് കാണുമെന്ന് സുധാകരൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. ഒരുപക്ഷെ അന്ന് പിണറായി വിജയൻ സുധാകരനെ കണ്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം തന്നെ ഒരു പക്ഷേ മറ്റൊന്നാകുമായിരുന്നു. പിണറായിയുടെ ധാർഷ്ട്യത്തിന് ഒരു തിരിച്ചടി നൽകുക എന്ന് കരുതിയ സതീഷിന് പിന്നീട് തോന്നിയതാണ് അവഹേളിച്ചു വിട്ട സുധാകരനെ കൊണ്ട് തന്നെ പിണറായിക്ക് മറുപടി നൽകിക്കുക എന്നത്. സുധാകരനെ പ്രോട്ടൈം സ്പീക്കറാക്കാനുള്ള തീരുമാനമുണ്ടായത് അങ്ങനെയാണ്. സുധാകരനെ പ്രോട്ടൈം സ്പീക്കറാക്കി പിണറായിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ മുന്നിൽ കൊണ്ട് നിർത്തിക്കൊടുത്തു സതീശൻ. ഇതൊരു സതീശൻ മാജിക് കൂടിയാണ്. അപ്പോഴും സുധാകരൻ പറഞ്ഞ ഒരു വാക്കിന് പ്രസക്തിയുണ്ട്. വളരെ വലിയൊരു സന്ദേശമുണ്ട്. പിണറായി വിജയനും ഞങ്ങളെപ്പോലെ ഒരു MLA ആണ്, അത്രയേ ഉള്ളൂ. പണ്ട് 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു ടൈം ഞാനും ആ സർക്കാരിൽ ഉണ്ടായിരുന്നു. പാർട്ടി തീരുമാനിക്കുന്ന ഒരു MLA മുഖ്യമന്ത്രിയാകുന്നുവെന്നേ ഉള്ളൂ. എനിക്കാരോടും ശത്രുതയില്ല. രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ശത്രുതയ്ക്ക് അടിസ്ഥാനമില്ല. അത് വെച്ചു പുലർത്തുന്നവർക്ക് നാശമേ ഉണ്ടാകും. ഇതാണ് സുധാകരൻ. ചെറിയ പ്രായം മുതൽ കമ്മ്യൂണിസ്റ്റായ സുധാകരന് ഇങ്ങനെയാകാനേ കഴിയൂ. ഇനി കോൺഗ്രസിലേക്ക് വന്നാൽ 3 ദിവസമായി തുടർന്ന നീണ്ട ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് പുതിയ മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കാനായത്. പ്രോട്ടൈം സ്പീക്കറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിമാരുടെ വകുപ്പുകൾ അടങ്ങിയ അന്തിമ പട്ടിക ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് കൈമാറിയത്. ആഭ്യന്തരം വിട്ടുകൊടുത്തുവെങ്കിലും നിർണായകവും തന്ത്രപ്രധാനവുമായ വകുപ്പുകൾ കൈവശം വെച്ച് സർക്കാരിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പാക്കി. തന്റെ വികസന കാഴ്ചപ്പാടിനൊത്ത വിധം മന്ത്രിസഭയെ നയിക്കാൻ സാധ്യതയുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായതിനാൽ കയർ കൂടി വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യവും അംഗീകരിച്ചു. ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയപ്പോൾ തന്നെ ധനം കൈവശം വെക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി നിയമം, തുറമുഖം എന്നിവ കൂടാതെ റെയിൽവേ കൂടി എടുത്തു. മുൻ സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പിണറായി വിജയൻ കൈകാര്യം ചെയ്തിട്ടുള്ളതല്ല ഈ 3 വകുപ്പുകളും. അന്ന് മുഖ്യമന്ത്രിയുടെ വകുപ്പായിരുന്ന IT ഇപ്പോൾ വ്യവസായത്തിനൊപ്പം PK കുഞ്ഞാലിക്കുട്ടിക്ക് കൈമാറി. തുറമുഖം, റെയിൽവേ, മെട്രോ റെയിൽ, കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതിൽ സതീഷിന്റെ വികസന സ്വപ്നങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. റവന്യൂ പ്രതീക്ഷിച്ച് വൈദ്യുതി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നതിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് എതിർപ്പുണ്ടെന്നാണ് വിവരം. പ്രധാന വകുപ്പുകളായ എക്സൈസും സഹകരണവും ഒരുമിച്ച് ലഭിച്ചതോടെ M ലിജു മന്ത്രിസഭയിലെ പ്രധാനികളിൽ ഒരാളായി മാറി. ഉന്നത വിദ്യാഭ്യാസം റോജി M ജോണിന് കൈമാറാൻ മുൻ ധാരണയുണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ ലീഗിൽ നിന്ന് കോൺഗ്രസിന് തിരിച്ചു കിട്ടിയത് നേട്ടമായി. റവന്യൂ വകുപ്പ് ഏതാണ്ട് ഉറപ്പിച്ച ശേഷമാണ് AP അനിൽകുമാറിന് വേണ്ടി KPCC പ്രസിഡന്റ് അത് വിട്ടുകൊടുക്കേണ്ടി വന്നത്. തീരുമാനം ഡൽഹിയിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ KC വേണുഗോപാലിന്റെ ഇടപെടൽ ഉണ്ട് എന്നതും വ്യക്തം. ആരോഗ്യവകുപ്പ് K മുരളീധരൻ വാങ്ങിച്ചെടുക്കുകയായിരുന്നു. പരസ്പര ബന്ധവും സാധ്യതകളുമുള്ള ടൂറിസവും സാംസ്കാരികവും ഒരുമിച്ച് ലഭിച്ചത് PC വിഷ്ണുനാഥിന് നേട്ടമായി. തൊഴിലിനും വനിതാ ശിശുക്ഷേമത്തിനുമൊപ്പം മൃഗസംരക്ഷണവും മിൽമയും കൂടി ബിന്ദു കൃഷ്ണയ്ക്ക് അവസാന ഘട്ടത്തിലാണ് കൈമാറിയത്. ഘടകകക്ഷികൾ കൈകാര്യം ചെയ്തിരുന്ന കൃഷി കോൺഗ്രസ് ഏറ്റെടുത്ത് T സിദ്ദിഖിന് കൈമാറി. പ്രതീക്ഷിച്ച വകുപ്പുകൾക്കൊപ്പം കേരള കോൺഗ്രസ് ചോദിച്ച രജിസ്ട്രേഷൻ കൂടി OJ ജനീഷിന് കിട്ടി. ജൂനിയറായ VE അബ്ദുൽ ഗഫൂറിന് പൊതുമരാമത്ത് നൽകാനുള്ള പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം കൂടി ചേർത്താണ്
PK ബഷീർ ആ പ്രധാന വകുപ്പ് ഉറപ്പിച്ചത്. മറ്റു 3 പേരുടെയും വകുപ്പുകൾ നേരത്തെ കേട്ടതുപോലെ തന്നെയാണ്. ഫുൾ ടൈം എന്ന അനൂപ് ജേക്കബിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ലെങ്കിലും ചോദിച്ച ഭക്ഷ്യവകുപ്പ് കൊടുക്കുകയും ചെയ്തു. ജലവിഭവവും ടൂറിസവും ഒക്കെ ചോദിച്ചുവെങ്കിലും വനം കിട്ടിയതിൽ ഷിബു ബേബി ജോൺ തൃപ്തനാണ്. സഹകരണം ആഗ്രഹിച്ച് ഗതാഗതം സ്വീകരിക്കേണ്ടി വന്നതിൽ അതേ തൃപ്തി PC ജോണിനില്ല എന്നാണ് വിവരം.